ഈ എസ്പിൻ്റെ കീഴിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പോലീസുകാർ, എന്നെ പോലത്തെ ഒരുപാട് പോലീസുകാർ ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതെയാവട്ടോ എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചു. ഇപ്പോൾ സുജിത് ദാസ് ഇരിക്കുമ്പോൾ സമയത്ത് നമ്മൾ നാടന്മാർ സ്റ്റേഷനിൽ ചെന്ന ഒരു പരിഗണനയും നമുക്കില്ലായിരുന്നു. ഞാൻ ഈ ഒരു ജുമാഅത്ത് പള്ളീൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ നിന്ന് പല പെൺകേസുകളും കുട്ടികളെ കേസുകളും ഒക്കെ തീർത്തുകാണ്ട് തീരാത്തത് സ്റ്റേഷനിലെത്തിക്കാറുണ്ട്. അവിടെ ചെന്നാൽ ആദ്യം തന്നെ അയാളെ നമ്മളെ CIൻ്റെ ഒക്കെ ഷൗട്ടിങ്, ഇതിൻ്റെ മുമ്പത്തെ ഇപ്പത്തെ അല്ല, ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. വിളിച്ചിട്ട് ഇനിയൊക്കെ സംസാരിക്കാനുള്ളൂ, പ്രായത്തിനെയും കൂടി ഒന്നും ബഹുമാനിക്കൂല. ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഭാഗമായിരുന്ന ശ്രീകുമാർ എന്ന പോലീസുകാരന്റെ മരണത്തിൽ നിരവധി ദുരൂഹതയുണ്ട്. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഈ ശ്രീകുമാറിന്റെ ബാല്യകാല സുഹൃത്തായ നാസറിനോട് ഇദ്ദേഹം ഈ സേനയിലുള്ള നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഈ നാസർ പാണ്ടിയാടാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് അന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ? അന്ന് രാത്രി ഒരു 6 മണി മുതൽ 8 മണി വരെ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ചാരത്തന്നെ ഇരിക്കുന്നുണ്ട്, ഫാമിൽ ഇവിടെ ഇരിക്കായിരുന്നു. ആ സമയത്ത് ഇവൻ നിങ്ങൾക്കൊക്കെ എന്തോ ഒരു നല്ല സുഖ, അവനാൻ്റെ വർക്ക് ചെയ്യുക, ഇരിക്കുക, കിടന്നുറങ്ങുക, നിങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, എന്തൊരു സുഖമല്ല ജീവിതം. എനിക്കെൻ്റെ ഭാര്യൻ്റെ കൂടെ വരെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ ജോലി ചെയ്യണത്? ഈ ലെവലിലായിരുന്നു സംസാരം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് ചോദിക്കുമ്പോൾ മുൻകാലത്ത് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. അന്ന് ഇവർ പറയുന്നതൊക്കെ, മേലുദ്യോഗസ്ഥന്മാർ പറയണതൊക്കെ കേൾക്കാൻ എനിക്ക് വണ്ടി എത്താനും പ്രതികളെ പിടിച്ചു കൊടുത്താൽ ഇടിക്കാനും ഇതിനൊക്കെ ആവതുണ്ടായിരുന്നു. മദ്യം വാങ്ങിച്ചു തരിക, എന്നെ കൊണ്ട് ഇടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത് ഇവിടെ അവരെ നാട്ടിൽ തന്നെ, അതായത് ഞങ്ങളെ നാട്ടിലുണ്ട് ഒരു ഒഴിഞ്ഞ എസ്റ്റേറ്റ്, അവിടെ കൊടുത്തിട്ടായിരുന്നു പ്രതികളെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇടിച്ച് പരുവത്തിലാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകല്. അതായത് റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവരും പ്രതികളെ. എന്നിട്ട് അവിടുന്ന് ഒക്കെ ശരിയാക്കിയിട്ട് ദിവസം ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് എവിടെയും കൊണ്ടുപോയിട്ട് ലോക്കപ്പിൽ എവിടെ ഇടല്ലേ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിന് കഴിയാതെ ആയിരുന്ന സമയത്താണ് ഇവനെ കൊണ്ട് തട്ടിക്കളി തുടങ്ങിയത്. ഇവരെ പോലീസിൽ നിന്ന് ഭാര്യനെയും ഓനും ഒരേ സമയം, ഭാര്യയും പോലീസുകാരാണ്, പ്രായത്തിയാണ്. അപ്പോൾ ഭാര്യനെയും ഇവനെയും ഒരുമിച്ച് താമസിക്കാൻ, രാത്രി ഭാര്യയ്ക്ക് ഡ്യൂട്ടിയാണെങ്കിൽ പകല് ശ്രീകുമാറിൻ്റെ ഡ്യൂട്ടി. ആ ലെവലിൽ കളിക്കൽ തുടങ്ങിയിട്ട് ഒരു വർഷം പോലെ ഓൻ ശ്രമിച്ചിട്ടുണ്ട്. ഭാര്യയൊക്കെ തെറ്റിപ്പോയി. കാരണം ഇവന് സ്വസ്ഥമില്ലാത്തൊരു ജീവിതം, അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് ഏത് സ്റ്റേഷനിൽ ചോദിച്ചാൽ ചിലപ്പോൾ പറയും നിലമ്പൂരാണ് അറിയാം, ചിലപ്പം കാളിയാവാണ് അറിയാം. അവൻ സ്റ്റേഷനില്ല. പൊതുവേ ഓനൊരു ഒരു SI റാങ്കിൽ, ഒരു ASI റാങ്കിൽ എത്തിയിരുന്നല്ലോ, ഓന് സ്റ്റേഷനില്ലായിരുന്നു. ഓൻ പെരക്ക നടക്കരുത്. പിന്നെ അവൻ്റെ ചെറുപ്പം ഓനെ ആവുന്ന സമയത്ത് അവൻ പോലീസ് ഗുണ്ടാതെ ഞങ്ങൾ പറഞ്ഞിരുന്നത്. പോലീസിൽ ഇങ്ങനെ ഒരു ഗുണ്ടായിസം നടത്തുന്ന ഒരാൾക്കാരുണ്ട് എന്നാ. ഈ ഡാൻസ് ഓഫ് സംഘമാണ് ഈ ഗുണ്ടാ സംഘമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ശ്രീകുമാറും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ഈ കൊണ്ടുവന്ന് ഇവരെ മർദ്ദിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പബ്ലിക് കാണാം. ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഈ ഫാമിൽ കൊടുത്തിട്ട് ഒരു സ്ത്രീനെയും ഒരു പെണ്ണിനെയും കൊടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് എന്ത് കേസാണ്? നമുക്ക് ഓരോ മേലുദ്യോഗസ്ഥന്മാരുണ്ടാകുമ്പോൾ ഞാനിങ്ങോട്ട് ഒഴിഞ്ഞിക്കുക എന്നല്ലാതെ നമ്മളവരെ കാര്യത്തിൽ ഇടപെടാറില്ല. മർദ്ദിക്കാനും ചീറ്റിങ് ചെയ്യാനും മൊത്തത്തിൽ ഇപ്പം വേണ്ട. ഈ എസ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ SP നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പള്ളി, ഇപ്പോൾ സുജിത് ദാസ് ഇരിക്കുമ്പോൾ സമയത്ത് നമ്മൾ നാടന്മാർ സ്റ്റേഷനിൽ ചെന്ന ഒരു പരിഗണനയും നമുക്കില്ലായിരുന്നു. ഞാൻ ഈ ഒരു ജുമാഅത്ത് പള്ളീൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ നിന്ന് പല പെൺകേസുകളും കുട്ടികളെ കേസുകളും ഒക്കെ തീർത്തുകാണ്ട് തീരാത്തത് സ്റ്റേഷനിലെത്തിക്കാറുണ്ട്. അവിടെ ചെന്നാൽ ആദ്യം തന്നെ അയാളെ നമ്മളെ CIൻ്റെ ഒക്കെ ഷൗട്ടിങ്, ഇതിൻ്റെ മുമ്പത്തെ ഇപ്പത്തെ അല്ല, ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. ഇനിയൊക്കെ സംസാരിക്കാനുള്ളൂ, പ്രായത്തിനെയും കൂടി ഒന്നും ബഹുമാനിക്കൂല. അത്ര നിലപാടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഡാൻസ് ഓഫ് സംഘം ഈ എസ്റ്റേറ്റുകളിലും മറ്റുമൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഈ പോലീസുകാരല്ലാത്ത പുറത്തു നിന്നുള്ള കുറച്ച് ആരോഗ്യമുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ച് അവരെ തല്ലിക്കാറുണ്ട്. അവരെ കൂട്ടത്തിൽ കൂടുതൽ വ്യക്തികളില്ല എങ്കിൽ ഇവൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുക. ഇവൻ്റെ സുഹൃത്തുക്കൾ, അതായത് പ്രതി കുറച്ച് ആരോഗ്യമുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇവൻ്റെ സുഹൃത്തുക്കളെ വിളിക്കും. ശ്രീകുമാറിന്റെ സുഹൃത്തുക്കൾ എന്നിട്ട് ചെയ്തിരുന്നു. അടിക്കാൻ പറയാം. അടിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കയ്യിൻ്റെ തരിപ്പ് മാറ്റിക്കോന്നാ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞിട്ട്. കയ്യിൻ്റെ തരിപ്പ് മാറ്റണമെങ്കിൽ വാടാ എന്നുള്ള ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കല്.
ഞങ്ങൾ തമ്മിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ അതാണ്. എന്ത് കേസിലായി? അധികം മയക്കുമരുന്ന് കേസാണ്? എന്താ എന്ത് കേസാന്ന് ഞങ്ങൾ ആരും ചോദിക്കൂല. കാരണം നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും ഇവരാരാന്നില്ല നമുക്ക് അറിയില്ലോ. ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇവന്റെ സുഹൃത്തുക്കളെ കിട്ടുന്ന സമയത്ത് ഇത് ഞാൻ പോയിട്ടില്ല. ഞാൻ പോയാലും ഇപ്പൊ അത് പറയില്ല. ഇപ്പോ ഇദ്ദേഹത്തിന് ഈ വർക്ക് ഒന്നാമത് ഇവര് പറയുന്നത് പോലെയുള്ള പ്രതികളെ മർദ്ദിക്കാനൊക്കെ ഉള്ള ആരോഗ്യം ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അതായിരുന്നു അവന്റെ പ്രശ്നം. ആരോഗ്യം പറ്റ ക്ഷയിച്ചു, മദ്യപാനം കൂടുതൽ. ഡിപ്പാർട്ട്മെന്റ് തന്നെ മദ്യം വാങ്ങിക്കൊടുത്തിട്ട് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഓൻ മുമ്പ് മദ്യപാനിയൊന്നും അല്ല. അവന്റെ ചെറുപ്പകാലത്തൊന്നും മദ്യപാനം നല്ല വ്യക്തിത്വമുള്ള കുട്ടിയായിരുന്നു. ഞങ്ങളെ ഈ ഗ്രൗണ്ടിലൊക്കെ നല്ല കളിക്കാനും എല്ലാത്തിനും സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പാണ്ഡ്യാട് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മിച്ചവും സ്ഥലമായിരുന്നു. അത് പിടിച്ചെടുക്കാനും വേണ്ടിയൊക്കെ ഇവരൊക്കെ നല്ലോണം സഹായിച്ച ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് പ്രത്യേകതയിൽ ജീവിച്ചിരുന്നു. ഇത്രയും അങ്ങനത്തെ മദ്യപാനിയൊന്നുമല്ല. ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൻ്റെ ശേഷമാണ് ഒരു സ്ഥിര മദ്യപാനി ആയത്. അവനെ മദ്യപാനി ഡിപ്പാർട്ട്മെന്റ് ആക്കിയതാണെന്നാണ് ഞാൻ പറയല്. അതായത് ഒരുപക്ഷെ ഇങ്ങനെ ഈ തല്ലുന്നതിനൊക്കെ ഒരു മാനസിക പ്രയാസം കൂടി ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ മദ്യപിക്കേണ്ടി വരുന്നതല്ല. അതായിരിക്കണം. മദ്യപാനം ഡിപ്പാർട്ട്മെന്റ് ചെയ്താൽ അവർ വാങ്ങിക്കൊടുത്ത് വിടുകയാണുള്ളത്. അല്ലാതെ ഓൻ്റെ സ്വന്തം കാശ് കൊണ്ട് വാങ്ങണമല്ലല്ലോ. ജീപ്പിൽ മദ്യമായിട്ടാണല്ലോ അവർ വരുന്നത്. ഇപ്പോൾ ഈ സുജിത് ദാസ് വന്നതിന് ശേഷം ഇദ്ദേഹത്തെ ഒരുപാട് മാനസികമായിട്ട് ഇപ്പോൾ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരിക്കലും ഒരുമിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്യൂട്ടി അടക്കം അതേപോലെ തന്നെ പലതരം കേസുകളിലും കുടിക്കുന്നുണ്ടല്ലേ? അതെ, അതൊക്കെ അവൻ പറഞ്ഞിരുന്നു. അതൊക്കെ അവൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അവൻ കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ അവൻ്റെ ഡയറിയിൽ എഴുതി വെക്കലായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു ഒരു സിനിമയ്ക്കുള്ള കഥ സ്കോപ്പ് ഉണ്ടാവും, ഞാൻ മരിക്കുകയാണെങ്കിൽ അത് എടുത്തു കൊടുന്നുകൊണ്ടേ അറിയുന്നു. അപ്പോൾ അത് നിത്യം അത് എഴുതാറുണ്ടായിരുന്നു. ഒരു ഡയറി ചെയ്തായിരുന്നു നിത്യം. അവൻ കൂടുതൽ ഒരു വിക്കായിരുന്നു സംസാരിക്കാൻ ഈ ആൾക്ക്. അപ്പോൾ ആ വിക്ക് ഉപയോഗിച്ചിട്ട് കൂടുതൽ സംസാരിക്കില്ല. എന്നെ പോലത്തോളം കിട്ടിയാൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പറയുന്നതല്ലാതെ കൂടുതൽ ആരുമായിട്ട് അങ്ങനെ കൂടുതൽ സംസാരമൊന്നുമില്ലായിരുന്നു. പിന്നെ അവൻ്റെ കുടുംബങ്ങളെയൊക്കെ കണ്ടാവും മാറിപ്പോവും. കാരണം 24 hours മദ്യം. കാരണം അവൻ അഡിക്റ്റായി കഴിഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മദ്യപാനിയായി മാറിയിരുന്നു. അപ്പോൾ ഈ ഡാൻസ് ഓഫിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പറയാറുണ്ടോ? ഡാൻസ് ഓഫിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവർ അതായത് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ SP പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് കൈമാറുകയാണ്. ഇന്നോടത്ത് പ്രതിയുണ്ട്, അവനെ പിടിച്ചുകൊണ്ട് ഇന്നേ ചെയ്ത് കൊണ്ടുവരും. ആ രൂപത്തിലായിരുന്നു. അവനൊരു പോലീസിൻ്റെ ഒരു വേഷത്തിൽ ഞാൻ ആദ്യം ആകെ കണ്ടത് നിലമ്പൂർ സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം. പല പ്രാവശ്യം ഈ വ്യക്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേഷനിൽ. പക്ഷേ ഒരു യൂണിഫോമിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ അവനെ നിലമ്പൂർ സ്റ്റേഷനിൽ കാണുന്നത്. അത്രേ കാണുന്നുള്ളൂ. അധികം ഈ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെയാണ് പ്രതികളെ കൊണ്ട്. ഈ ഭാഗം അതേമാതിരി പെരിന്തൽമണ്ണ ഒരു ഭാഗം പറയലുണ്ടോ? ആ സ്ഥലം എനിക്ക് കൂടുതൽ അറിയില്ല. അവിടെ എന്താ, അവിടെ പോയാൽ എനിക്ക് മുരികളെ കിട്ടുമെന്നൊക്കെ പറയും. അവിടെ മൃഗങ്ങൾ നാക്കാലികൾ കൂടുതലൊരു ഭാഗമാണെന്നൊക്കെ പറയും. അവിടെ ഈ അങ്ങാടി കന്നുകളൊക്കെ വേരിച്ച് വാഴുന്നൊരു പ്രദേശമുണ്ടോ പെരിന്തൽമണ്ണ? അങ്ങനെ ഉണ്ടോ? അവിടെ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ആത്മഹത്യ എന്നതിലേക്ക് പോകുന്നത് ഈ ഒരു സമ്മർദ്ദങ്ങൾ കൊണ്ട് തന്നെയാണ്. സമ്മർദ്ദം അവനെ കൊണ്ട് ആരോഗ്യപരമായിട്ട് കഴിഞ്ഞു. ഇവർ പറയുന്നതിനൊക്കെ ആടാൻ. അപ്പം അവനെ കൊണ്ട് അതിന് കഴിയാതെ വന്നപ്പം ആത്മഹത്യനെ കുറിച്ച് അന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ SP-ന്റെ കീഴിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പോലീസുകാർ, എന്നെ പോലത്തെ ഒരുപാട് പോലീസുകാർ ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതെ ഔട്ടോ എന്നുള്ള രൂപത്തിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഈ ഡാൻസ് ഓഫ് നിന്ന് മാറി ഇറങ്ങിയത് സ്റ്റേഷനിലേക്കോ വേറെ ഏതെങ്കിലും ഒരു വകുപ്പിലേക്കോ മാറാനുള്ള അങ്ങനെ എന്തെങ്കിലും ശ്രമം നടന്നിരുന്നോ? സ്പെഷ്യൽ ബ്രാഞ്ചോ ക്രൈം ബ്രാഞ്ചോ അങ്ങനെ എന്തെങ്കിലും? അവനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ജോലി തന്നെ നമുക്ക് വേണ്ട. ജയിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും അതിനെ അതിക്കേട്ടുള്ളൂ. നമുക്ക് ജോലി രാജിവെച്ചാൽ എൻ്റെ ഇപ്പോൾ ഇവിടെ കൂടിക്കോ. ഇവിടെ ഫാമായിട്ട് നമ്മളൊരു 2 പശുക്കുട്ടിയും വാങ്ങിയാൽ എനിക്കും ചിലവില്ലതാവും. പിന്നെ ഭാര്യയ്ക്ക് ഏതായാലും ഓൾറെഡി ജോലി ഉണ്ട്. അപ്പോൾ എന്നാലും ആ കുട്ടികളെ വളർത്താലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഇവന് സ്വയബോധമുള്ള സമയത്തെ കിട്ടിയിട്ട് കാര്യമുള്ളൂ, അല്ലാത്ത സമയത്ത് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ മരിച്ചതിന് ശേഷം ഇദ്ദേഹം ഒരു പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ ഡയറിയിലുമായി ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. അത് പിന്നീട് പോലീസിനെ നശിപ്പിച്ചതല്ലേ? എന്താ എനിക്കറിയില്ല. ഡയറി അവിടെ കാണുന്നില്ല എന്നാണ് എൻ്റെ അറിവിൽ. ഡയറി അന്ന് വരെ എടുത്തിട്ടുണ്ടാവും. പിന്നെ ബുക്കിൽ നിന്ന് പേപ്പർ ചീന്തുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 പേജ് അവർ ചെയ്തിട്ടുണ്ട്.
സാധാ ഒരു ബുക്കിൽ നിന്ന് 2 പേജ് അവർ അന്ന് കീറിപ്പോയിട്ടുണ്ട്. പിന്നെ ആ വീട് മരിച്ച അന്ന് കെട്ട് കഴിച്ചിക്കാണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമല്ലോ. ആ സമയത്ത് അവൻ്റെ ബോഡി പുറത്തേക്കൊണ്ട് എടുത്തതിൻ്റെ ശേഷം പോലീസ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് 2 പേജ് ഇതിൽ നിന്ന് കീറി. ആ പേജിൽ ഇനി ആത്മഹത്യക്കുറിപ്പ് ആവാനാണ് സാധ്യത എന്നാണ്, അല്ലാതെ പോലെ കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, ആരും ഒന്നും അവിടുന്ന് ഞാൻ എന്നല്ല അവൻ്റെ ജ്യേഷ്ഠൻ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല, അവൻ്റെ ഭാര്യ പോലും സംസാരിച്ചിട്ടില്ല ആ സമയത്ത്. ഇതിലിപ്പോ ഇത്രയും ഒരു ദുരൂഹത ഉണ്ടായിട്ടും ആ കുടുംബം എന്താണ്ട് ഭയപ്പെട്ടുകൊണ്ടാണോ? കുടുംബം ഭയപ്പാടെന്ന് പറഞ്ഞാൽ ഇവളെ ജോലിയും കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ ജീവിക്കും, അത് നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പോൾ അവളോട് ഇപ്പം തന്നെ പോയിട്ട് അവളോട് ചോദിച്ചാൽ, ഇപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് അവളോ ഭാര്യ വീട്ടിൽ പോയി അവിടെ പോയി താമസിക്കാം. ഇപ്പോൾ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കുഞ്ഞിനും ആര് ചിലവ് വരും, എൻ്റെ ജോലിയും കൂടി പോയാൽ ഞങ്ങൾ വളർത്തണ്ടേ, ഒരാണും ഒരു പെണ്ണുമാണ് വളർത്തണ്ടേ, ചെറിയ കുട്ടികളായിരുന്നു. ഈ രാഷ്ട്രീയപരമായ വല്ല കാരണം അദ്ദേഹത്തോട് ദേഷ്യം തോന്നാൻ അവർക്കുണ്ടോ പോലീസുകാർക്ക്? അതും പറയാൻ സാധിക്കൂല. ഓന് മുമ്പ് RSS ആയിരുന്നു, ഷാഗിയിലൊക്കെ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ CPMൻ്റെ ചായവായിട്ടായിരുന്നു ജീവിച്ചത്. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, നമ്മൾ ഒറ്റയടിക്ക് എങ്ങനെ പറയുന്നത്. അതിൻ്റെ ശേഷമല്ല, ഓന് മുമ്പേ ഗുണ്ടയാണ്, ഈ പോലീസിലൊരു ഗുണ്ടായുസത്തിൻ്റെ ഒരു ആളായിരുന്നു. ഇപ്പോൾ മുമ്പത്തെ SP ഒക്കെ ഉണ്ടായിരുന്നു, അവൻ്റെ സ്വന്തമായിരുന്നു SP. എന്താ ശശികുമാർ അങ്ങനെ എന്തോ ഒരു പേരാണല്ലോ, ശശി എന്നുള്ളൊരു പേരിൽ. അങ്ങനെ ഒരു ഈ ഗുണ്ടാ സെറ്റപ്പ് കൂടി നോക്കിയിട്ടായിരിക്കും ഡാൻസ് ഓഫ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കണം. അതാവണം 90%. പിന്നെ ഇപ്പോഴത്തെ SP വന്നപ്പോഴാണ് ഓൻ ആത്മഹത്യൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നത്. ഇപ്പം ഇതിൻ്റെ മുമ്പത്തെ SP ഇല്ലേ, ഓൻ മരിക്കണം 91 ആഗസ്റ്റ് 10-നാണല്ലോ, എനിക്ക് കൃത്യ ഡേറ്റ് ഓർമ്മ ഉണ്ടായി. 2021 ആഗസ്റ്റ് 10-ന് രാത്രി 6 മണി മുതൽ 8 മണി വരെ എൻ്റെ അടുത്ത്. ഞാൻ ഇവിടുന്ന് പാണ്ടിയാടുക്ക് കൊണ്ടേയാക്കിയിട്ട് ഇവിടുന്ന് അവൻ്റെ സംസാരം കൂടുതൽ കൊണ്ട് എനിക്കിനി ഉറങ്ങണം ശ്രീനി എന്ന് പറഞ്ഞിട്ട് ഞാൻ പാണ്ടിയാട്ട് കൊണ്ടേയാക്കാണ് ഇവരെ. അതിൻ്റെ ശേഷം പോയിട്ടാണ് ഈ പണി അവൻ ചെയ്തിട്ടുള്ളത്. ഞാനന്ന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് നമുക്ക് ഒഴിവാക്കായിരുന്നു. അന്ന് ഇവിടെ നേരം പോൾക്കൂടെ ഇവിടെ ഇറങ്ങിയാൽ ആത്മഹത്യ അവൻ്റെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. ആത്മഹത്യയെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ജീവൻ കൊടുക്കാൻ എന്ന് അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിന്ന് ചിലപ്പോൾ പോലീസിന് ഞങ്ങൾ പോകട്ടോ എന്ന് പറഞ്ഞിരുന്നു. എങ്ങോട്ട് പോകുന്നു ഞാൻ ഇങ്ങോട്ട്. ഈ ശ്രീകുമാറിനെ പോലെ തന്നെ സമാനമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് എത്രയോ പേരില്ലേ, കുറേ ആൾക്കാർ നമ്മൾ അനുഭവം പങ്കുവെക്കുമ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഗുണ്ടായിസൊക്കെ ഒരുപാട് ചെയ്ത് ആളുകളെ മർദ്ദിച്ചു, ഈ പുറത്തുനിന്നുള്ള ആളുകൾ ഉപയോഗിച്ച് മർദ്ദിച്ചു, ഇതിലൊക്കെ പിന്നീട് ഒരു മാനസാന്തരം, ഒരു പ്രയാസം അങ്ങനെ പറഞ്ഞിരുന്നോ? അതല്ലേ എന്നോടും പറഞ്ഞത്, എൻ്റെ തൊഴിലൊക്കെ എത്ര സുഖമാണ്, നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് കടന്നുറങ്ങാമല്ലോ. അപ്പം മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ പറയുന്നത്. മനസ്സിന് ദൈവഭക്തി കൂടുമ്പോഴാണല്ലോ, മനുഷ്യൻ പ്രായം ചെല്ലുമ്പോഴാണല്ലോ ദൈവഭക്തി കൂടുക. ദൈവഭക്തി കൂടുമ്പോഴാണല്ലോ ചെയ്ത കാര്യങ്ങളൊക്കെ വേണ്ടാത്ത ചെയ്ത് കുറേ ചെയ്തു, ഇനി എനിക്കതാവില്ല. അപ്പോൾ അതിന് എതിര് വരികയാണല്ലോ, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ കേസ് ഒരു തുമ്പില്ലാതെ അങ്ങനെ പോവുകയാണ്. അന്വേഷിച്ചിട്ട് പോലുമില്ല കേസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ. ഇപ്പോൾ മീഡിയ ഇപ്പോൾ 24 ഞാൻ ആരാന്ന് പോലും ജീവിതത്തിൽ അറിയില്ല. ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്ന് കണ്ടത് അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ അപ്പോൾ അന്വേഷിച്ച അപ്പോൾ പോലും പോലീസുകാർക്ക് കിട്ടൂല. ഒരു 24-ന് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസിനെ അപ്പം എന്നെ കണ്ടെത്താൻ കഴിയാതിരിക്കുക. അന്വേഷണം വന്ന് ഞങ്ങൾ സഹകരിക്കും. ഞാനത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയും, സംശയമില്ല. ആ ഡയറി പിന്നീട് ഇവർക്ക് കുടുംബത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എന്നാ എൻ്റെ അറിവ് പ്രകാരം കൊടുത്തിട്ടില്ല. ആ ഡയറി എന്താന്നുള്ള പോലും കുടുംബത്തിന് പോലും അറിയില്ല. ഈ കേസുകളെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങളോട്? കുറെ കേസുകളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം, കാരണം ഇതിങ്ങനെ പറയും നമ്മളെ ഈ ചോട്ടുകൂടെ നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയുന്ന 2 കേസോ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇവിടെ ഈ പാണ്ടിയാടും തിരുവാലിയും ഒരു താല്പര്യക്ക് കുറച്ച് ഞാൻ പോലീസാന്ന് പറഞ്ഞ് ഒന്ന് തല്ലുകൂടിയൊരു കേസ്, ഒന്ന് പാണ്ടിയാട് ഇട്ടിട്ട് ഒരടി, കുറച്ച് കാക്കാമാരൊക്കെ ആയിട്ട് ഒന്ന് അടിച്ച് കാണുന്നവൻ്റെ പേരിലൊരു കേസ്, അതൊക്കെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസം ആകല്ലേ, എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊന്നും കൂടുതൽ ബന്ധമില്ല. എന്തായാലും ശ്രീകുമാറിന്റെ ഈ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടുതൽ കാരണം വ്യക്തമാകും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.